വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ കുറച്ചേറെ പ്ലം കേക്ക് മേടിക്കുകയാണ്. എല്ലാ മലയാളികളുടെ വീട്ടിലും എല്ലാ വർഷവും ഇങ്ങനെ ഫ്രിഡ്ജിനകത്തിരുന്ന് പൂപ്പിലടിക്കുന്ന സാധനം. അപ്പോൾ അതിനുവേണ്ടി പൂപ്പിലടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചേറെ നല്ലത് നോക്കി, അല്ലെങ്കിൽ പിന്നെ എല്ലാം കിട്ടുന്നത് ഒരേ ടേസ്റ്റ് ആണെങ്കിൽ ആ കൊടുക്കുന്ന പ്ലം കേക്കിന് വലിയ വാല്യൂ കാണത്തില്ല. വണ്ടിയുടെ നമുക്ക് എനിക്ക് തോന്നുന്നു 30,000 ക്രോസ് ആയിരുന്നു പെട്രോൾ. എന്തായാലും പൊക്കത്ത് കാണാം. ഇന്നലെ ഞാൻ അടിച്ചായിരുന്നു ഫുൾ ടാങ്ക്. എന്താ അമ്മ പോകുന്ന വഴി എന്നെ വിളിച്ച് എവിടുന്ന് ഇന്ന് എത്ര തീയതി? ഈ സമയത്ത് വിളിക്കുന്ന വിളി ഏത് വിളിയായിരിക്കും? KSF അല്ലേ? ആണ്. ഇതിപ്പോ എത്രാമത്തെ ചിട്ടിയാ? ഇങ്ങനെ ഓരോ ചിട്ടികൾ വീണ് എന്നെ പാപ്പരാക്കും അമ്മ. അയ്യോ ഞാൻ അല്ലേ രക്ഷപ്പെടും. അമ്മ പറഞ്ഞില്ലല്ലോ എനിക്ക് ഈ വർഷം ഒരു കോടി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാ. മാസങ്ങളില്ല ഇനി. ഒരു കോടി കുഴപ്പമില്ല അല്ലേ? ഒരു കോടി റവന്യൂ വിട്ടേക്ക്, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എന്താ ഞാൻ ലക്കി പോയി. എന്ത് അമ്മ എത്ര ഇട്ടിയോടെ ചേർന്നു വല്ല പ്രയോജനം ഉണ്ടായി? ഇന്നീ നാഴിക വരെ വീണിട്ടില്ല. ഒരെണ്ണം വീഴത്തില്ല, ഒരെണ്ണം. എവിടെ വീഴാൻ? ഇന്നേലും മുന്നേ ഉണ്ട് എന്റെ ഇട്ടി 5 ലക്ഷത്തിന് ഇപ്പോഴും ഒന്നുമില്ലാതെ അവിടെ പോകുന്നു. വെറുതെ ഇന്ന് വരെ വിളിച്ചെന്നും പറഞ്ഞ അവിടെ പറഞ്ഞിട്ടില്ല. അമ്മ ചേർന്നിട്ട് വർഷം എത്രയായി? ഇന്ന് വരെ വന്നിട്ടില്ല. നീ മിനിഞ്ഞാന്ന് ചേർന്നിട്ടല്ലേ ഇട്ടി വീണത്? മിനിഞ്ഞാന്ന് ചേരുവല്ലേ നീ? കുഴപ്പമില്ലമ്മേ, നമുക്ക് നോക്കാം. ലക്ക് എനിക്ക് നല്ലതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ തേടിയ വള്ളിയെല്ലാം കാലിച്ചിട്ടുള്ളൂ എനിക്ക്. ഓ എങ്ങാനും അബദ്ധത്തിൽ അമ്മയുടെ പേരിട്ടിരുന്ന് ഈ ജന്മമിടത്തില്ല. സത്യം. ഞാൻ നിന്റെ പേര് വെച്ച എന്റെ ഭാഗ്യം. ചിട്ടിയൊക്കെ വീണോണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് നമ്മുടെ ബൈക്കും എടുക്കണം ആദ്യം. ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലം നോക്കുന്നുണ്ടെന്ന്. ഇപ്പോഴും നോക്കുന്നുണ്ട് കേട്ടോ. സ്ഥലം ഒന്ന് കൺഫേം ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതാ സ്ഥലം. ഇവിടെ പ്ലം കേക്ക് ഉണ്ടല്ലോ. ഈ ബ്രാൻഡ് വേറെ ഷോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിപ്പോൾ അച്ഛൻ മേടിച്ചോണ്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നോക്കണം. ഇവിടെയും കുറേയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് തൃപ്തി വരുന്നില്ല. വേറെ വല്ല മേടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ വൈൻ കൊടുക്കേണ്ടത് ഉദ്ദേശിക്കുന്നത്. വൈൻ കൊള്ളാമെന്ന് എനിക്ക് അറിയത്തില്ല. 400 രൂപ. അല്ലെങ്കിൽ പിന്നെ ഈ പ്ലം കേക്ക് ഉണ്ട് എലീറ്റിൻ്റെ കൊള്ളാമെന്നും എനിക്ക് ഷോ അറിയില്ല. കുറച്ചുകൂടി വില കൂടിയത് മേടിക്കും. എനിക്ക് വലിയ ഉറപ്പില്ല അതിനെക്കുറിച്ചൊന്നും. നമുക്ക് ടൗണിലോട്ടൊന്ന് പോയിട്ട് വരാം. ഹിമാലയം നല്ലതെല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇത് ക്യാൻ്റെ പക്കത്താണ്. അത് കൊള്ളാവോ കൊള്ളത്തില്ലേ? കാണാൻ കൊള്ളാം. ഇതിപ്പോൾ 2 സംഭവം ഉണ്ട്. ഒരെണ്ണം ചോക്ലേറ്റ് മിക്സ് കൊണ്ട്, ഒരെണ്ണം കുറച്ചൊരു പ്രീമിയം ആയിട്ടുള്ള പ്ലമ്മും ഉണ്ട്. രണ്ടും ഏകദേശം ഒരു 800 രൂപ അടുത്ത് വരും. ഇവിടെ വൈനും ഉണ്ട്. ഇത് എനിക്കറിയില്ല, കൊള്ളായിരിക്കും. ഇമ്പോർട്ടഡ് ആണെന്ന് പറയുന്നു. എനിക്കൊന്ന് കുറച്ചേറെ പൈസ എത്തിക്കാൻ പോവാണ് ഞാൻ. ഓൾറെഡി ഒരു 4 വൈൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഈ പ്ലം 2 മേടിച്ച്, പിന്നെ ആ ചോക്ലേറ്റ് മേടിച്ച്. എനിക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ വളരെ അധികമാണ്. എല്ലാവരും കൊടുത്ത് ഞാനൊരു തീരുമാനമാവല്ലോ. എൻ്റെ പുതിയ ക്രെഡിറ്റ് കാർഡ് ഇത്രയോടെ യൂസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആക്സിസ് കാർഡ് ചോദിച്ചു കേട്ടോ, അതൊന്നും വർക്കാവുന്നില്ല. എത്ര രൂപയ്ക്ക് മേടിച്ചെന്ന് ചോദിക്കണ്ട. എന്തായാലും 4 കേക്കുണ്ട്, 4 വൈനുണ്ട്. ചിലവർക്ക് വൈൻ കിട്ടും, ചിലർക്ക് കേക്ക് കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾ ട്രെയിനറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നിനക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. പുറകിലുണ്ട്. ഞാൻ എംപിക്കൊരു കേക്ക് വരാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആണോ? കുഴപ്പമില്ല. വേണ്ടായിക്കൊന്നുമില്ല, തന്നെ. ഒരേ സെയിം ഡേ ആണല്ലോ കേക്ക് കിട്ടിയിരിക്കുന്നത്. അവൻ ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോയല്ല കേക്ക്. അപ്പം കേക്ക് കിട്ടിയല്ലേ? വൈൻ വേണ്ടല്ലേ? നമ്മൾ മാനേജറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവനും പോയി കേക്ക് കൊടുത്തിട്ട് വരട്ടെ. മാനേജർ വീട്ടിലുണ്ടാവോ? അവൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, കാണും അകത്ത്. മിസ്റ്റർ മാനേജർ ഉണ്ടായില്ലേ നോക്കാം. ഹലോ മാനേജർ, നീ എന്നെ മറന്നുപോയോ? ആണോ? മേരി ക്രിസ്മസ്. കേക്ക് ക്രിസ്മസിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇവിടെ. അറിയില്ല, ഓർമ്മയില്ല. നല്ലതായിരിക്കണം. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. തുറന്നു തന്നെ എങ്ങനെയാണോ നോക്കാൻ വേണം. ഓ, ഈ ഒരു ബോക്സിനകത്ത് ബോക്സ് ആയിരുന്നു. ഞാൻ തപ്പി മേടിച്ചോണ്ടേ. ഓക്കെ. അടിപൊളിയാ. അപ്പൊ 2ാമത്തെ ആള് ആയിട്ടുണ്ട്. നമ്മൾ കൺഫേം ചെയ്ത് കേക്ക് ഇടലാണെന്ന് പറയുന്നു. ഹലോ മമ്മി. കേക്കല്ല, വൈന. നല്ല വൈന. അത് കളറും ഇങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ചേട്ടനും വരുന്നുണ്ട്. ചേട്ടൻ ഓടി വരുന്നു. വൈനാണ്, വൈൻ. ഇമ്പോർട്ടഡ് വൈനാണ്. ഇമ്പോർട്ടഡ് വൈൻ. അമ്മയ്ക്ക് നമുക്കൊരു കേക്ക് പിടിപ്പിക്കാം. നമുക്ക് ചോക്ലേറ്റ് വേണം, അല്ലെങ്കിൽ ഏറ്റവും കിടിലം പ്ലം കേക്ക് വേണം. ചോക്ലേറ്റ് പ്ലം കേക്ക് കിടിലവാ. മധുരം കുറഞ്ഞിരിക്കുന്നില്ല. ഇത് വേണോ? നോക്കി വേണമെങ്കിൽ പറ. ഇത് മതിയാ? അമ്മയ്ക്ക് വൈനും വേണോ കൂടെ? രണ്ടും വേണം. പാവം. എന്നാ ഇവിടെ പൈനാപ്പിളിന്റെ വൈനുണ്ട്, മുന്തിരിയുടെ ഉണ്ട്.
ഏതായിരിക്കും കിടു? ഒരു രക്ഷയില്ല, രണ്ടും കിടുവായിരിക്കും തോന്നുന്നു. ഇപ്പൊ തൽക്കാലം നമുക്ക് തൽക്കാലം മുന്തിരിയിടാ. പെർസിസ്റ്റന്റ് ആള് ബാക്കിയുണ്ട്, അക്ഷയ് ബാക്കിയുണ്ട്, എഡിറ്റർ ബാക്കിയുണ്ട്. എഡിറ്റർ ഇവിടെ ഒന്നും അല്ല, 85 കിലോമീറ്റർ ദൂരെ. അത് ഇമ്പോർട്ടഡ് വൈനല്ല കേട്ടാ, ഇമ്പോർട്ടഡ് ഗ്രേപ്സ് ആണത്. കുറച്ചേറെ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട്. ഓ അതേ എത്തിയിരിക്കുന്നല്ലോ. എന്നാ ഹാപ്പി ക്രിസ്മസ്. ഇമ്പോർട്ടഡ് വൈൻ അല്ല, ഇമ്പോർട്ടഡ് ഗ്രേപ്സ് ആണ്. അത് ഇമ്പോർട്ടഡാ കേട്ടാ. നോ പ്രിസർവേറ്റീവ്, നോ കളർ. അതെല്ലാം മനസ്സിലാക്കണം. പിന്നെ കാണാം. നാളെ എന്താ പരിപാടി പറ? എന്ത് കല്യാണം എവിടെയൊക്കെ ആയി വരുന്നല്ലോ നാളത്തേക്ക്. പെണ്ണിനെ കാണാൻ പോവല്ലേ? ബോയ്സ്, നമ്മുടെ സുശീലൻ സുമംഗൻ പേഴ്സണൽ ആൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും പെണ്ണ് തരുകയാണ്. കമന്റിൽ പറയുക, നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കല്യാണത്തിന് മുമ്പേ ഈ കല്യാണത്തിന് മുമ്പേ സെറ്റ് ചെയ്യണം. ഈ കല്യാണത്തിൽ വീട് പോകുന്നതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും ബോയ്സ്. അത് ആരെന്നറിയോ? അതവിടെ ക്യാമറ എടുക്കുന്നത് അവിടെ ജിമ്മിന് മുമ്പിലായിട്ട്. ഒരു കുഴപ്പം ജിമ്മിൽ കയറി കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുക. അതാണ് ഒരു വലിയ കുഴപ്പം. തൽക്കാലം ഇവിടെ വെച്ചേക്കാം. അവൻ്റെ വണ്ടി തന്നെ എവിടെ ഇരിക്കും. ദിഗിലിൻ്റെ കാര്യം വിട്ടുപോയി, ദിഗിലിന് കൊടുക്കണം. വെറുതെ എനിക്ക് എണ്ണ തെറ്റിപ്പോയത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല എണ്ണം. നല്ല കാര്യം കുറച്ച് ഏറെ മേടിച്ച് ഞാൻ അറിയാതെ ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തുകൊണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് ഒരു കേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടുപേരും ഷെയർ ഇടാൻ പറയേണ്ടി വരും. ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ രണ്ട് ഷെയർ വേണ്ടി വരും. ഒരെണ്ണ എനിക്ക് തെറ്റിപ്പോയി കേട്ടാ. കേക്കായത് എവിടെയോ എനിക്കൊരു എണ്ണം തെറ്റിപ്പോയി. അത് അവരുടെ പുതിയ ചോക്ലേറ്റ് ഫ്ലേവർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറക്ക് വേണ്ടി പറയണ കൊള്ളാം. ഹാപ്പി ക്രിസ്മസ് വെച്ചോ. ഹാപ്പി ക്രിസ്മസ്. എന്നെ ഓർമ്മയുണ്ടാ? ഞാൻ ഇവിടെ എപ്പോൾ കഴിക്കുന്നവർ മിക്കപ്പോഴും ഞാൻ ചേട്ടന് പൈസ തരുന്നുണ്ടല്ലോ. ചേട്ടനെ ചിരി കാണാൻ നൈസ്, അതാ ഞാൻ തരുന്നത്. ശരി പോട്ടെ. ഹാപ്പി ക്രിസ്മസ് ബോയ്സ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ഈ ചേട്ടന് ഞാൻ പൈസ കൊടുക്കുന്നത് മെയിൻലി ചേട്ടൻ ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ചേട്ടൻ സന്തോഷം കാണാൻ നല്ല നൈസാണ്. ഞാൻ കൊടുക്കുന്ന ഞാൻ പൊതുവെ വീഡിയോക്കകത്ത് അല്ലാത്ത പൈസ കാണിക്കുന്നതൊന്നും കാണിക്കാറില്ല. ബട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഫ് യു ഹാവ് ദ മണി മാൻ ഗിവ് ഇറ്റ് ടു സമ്മൺ ഹൂ ഈസ് ലെസ് ഫോർച്ചുനേറ്റ്. എന്നുവെച്ചാൽ പൈസ കുറവുള്ളവർക്ക് കൊടുക്കുക. ബിക്കോസ് ദി ഗെറ്റ് ഹാപ്പി. ഇറ്റ്സ് നൈസ്. ഇത് ചേട്ടന് മാത്രമല്ല എനിക്കൊരു സുഖമാണ്. നിങ്ങൾ ചേട്ടന് ഹാപ്പി ആണെന്നാണ് സുഖം. ഞാൻ എഡിറ്ററിൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകുക. ഏകദേശം 2.5-3 മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ വേണ്ടി. എന്തായാലും എഡിറ്ററിൻ്റെ വീട്ടിൽ പോകുന്നതിന് സമയം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് കണ്ടിട്ട് വാ. ഞാൻ ഇന്നലെ എറണാകുളം പോയായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്നും പറഞ്ഞ്, കർണാടക എന്ന് പറയുന്ന സബ്സ്ക്രൈബർ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടുന്ന് എറണാകുളം വരെ പോയായിരുന്നു. അതൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പത്തനംതിട്ട ബോർഡറിലെത്തും. Yeah, I'm a big fan of Arjun sir here. I have traveled from Udupi with my friends and friends on a school trip, and I messaged Arjun sir like few days ago. You don't have to call me sir, man. You just call me Arjun. Arjun Anna. So Arjun Anna was like, let's meet. I'm really grateful. I'm really excited. I don't know how am I meeting. I cannot believe it. Damn man, it's it's my so first exciting. YouTuber I'm meeting in my life. I watch your videos like every time when I'm having food or if I'm sitting like free and all. The reason I came to you is because like your message felt really genuine. That's the reason I was like, yeah, I'll meet you. Otherwise, like rarely I get a lot of messages, but I decided I'll come and meet you. You made it sound like you're never gonna come back to Kerala ever. So I was like, I have to meet him. It's my first time in Kerala and it's the How best, is it? best moment of my life. I'm never gonna forget this. ഒരു ചാലഞ്ച് ഞാൻ വെറുതെ വന്നതാണ് എടാ. ഇപ്പൊ എവിടുന്ന് വന്നത് നിങ്ങള്? മലപ്പുറം. ആണോ? എനിക്ക് വയ്യ. എന്തായാലും നമ്മളിപ്പം എൻ്റെ എഡിറ്ററിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവൻ എങ്ങനെ കാണാനെന്ന് പോലും എനിക്കറിയില്ല. യഥാർത്ഥം ഉണ്ടാകുന്ന അറിയില്ല. ഫോൺ വിളിച്ച് എന്തായാലും അവനെ അറിയിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അവൻ പ്രതീക്ഷിക്കുമ്പോഴും കാണത്തില്ല. നീ എവിടെയാടാ? നിന്റെ വീട് ഏതാണ്? ഒരു എന്തുവാ ഇങ്ങനെ ഒരു മതിലൊക്കെ ഉള്ള വീടാണോ? മതിൽ എല്ലാ വീട്ടിലും ഉണ്ട്. നിന്റെ കുറച്ച് പൊക്കത്തോട്ട് നിന്റെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന വീടാണോ? പണി നടക്കുന്ന വീടാ? അതേത് വീട്? മതിലില്ലേ അപ്പൊ വീടിന്റെ മുമ്പിൽ? മതിലില്ലേ? ഒരു 2 വണ്ടി ഇരിപ്പുണ്ടോ? ഒരു ടാങ്ക് ഇരിപ്പുണ്ടോ വീടിന്റെ മുമ്പിൽ? പിന്നെ ഏതാണ് നിന്റെ വണ്ടി? എന്തോ നേരെ മെയിൻ റോഡിൽ തന്നെയാണോ വീട്? ഓ തെറി കേൾക്കുന്നാടാ നീ? ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഒരു വെള്ള 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 ട്രാവലർ കണക്ക്. അത് തന്നെ ട്രാവലർ. എവിടെ?
മതി. എഡിറ്റർ ആദ്യമായിട്ട് നടന്നു വരുന്നത് ഇവിടുന്ന്. ഞാൻ ഇരുട്ടത്ത് നിൽക്കുന്ന എൻ്റെ എഡിറ്റർ. അപ്പൊ ജീവനുള്ള വ്യക്തി ആയിരുന്നോ? എഡിറ്ററിനെ ആദ്യമായിട്ട് കാണുന്നു. ഞാൻ ഇപ്പൊ വന്ന് ഞാൻ കുറച്ചുകൂടി താടിയൊക്കെ പ്രതീക്ഷിച്ചു. 25 വയസ്സ് കണ്ടിട്ട് തോന്നുന്നതില്ല, അറിയാ ഉരുണ്ടിരിക്കുന്നല്ലേ അവനെ. എന്തുകൊണ്ട് വന്നെന്ന് വിചാരിക്കുന്നു? നോ ഐഡിയ. ഹാപ്പി ക്രിസ്മസ്. നിനക്ക് വേണ്ടി ഇത് തരാൻ വേണ്ടി ഞാൻ ഇവിടം വരെ എത്തി. നിനക്ക് ആലപ്പുഴ നല്ല, പിന്നെ വേറെ പണിയൊന്നും. ഇത് തരാൻ വേണ്ടി വന്നതാ. ഛേ, ഇവൻ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അവന് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് ഇത്ര വലിപ്പമുണ്ടെന്ന്. എനിക്കിത് ഇവന്റെ വലിപ്പമൊക്കെ തന്നെ ഉള്ളത്, പക്ഷെ അവൻ വീഡിയോക്കകത്ത് കാണുമ്പോൾ കൂടുതൽ വലിപ്പമായിട്ട് തോന്നുന്നു. ഓ, ആരാ വരുന്ന അവിടുന്ന്? പരിചയമുണ്ടോ എന്നാ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പൊ എഡിറ്റർ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുക. വീട്ടിലെല്ലാവർക്കും സുഖമായിരുന്നു കേട്ടോ. ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പോയി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇനി അടുത്ത 2 മണിക്കൂർ ഇതായി ഞാൻ പാതിരാത്രി 3 മണിക്കൊക്കെ വീട്ടിലെത്തും. അച്ഛൻ എന്ത് പറയാൻ അറിയത്തില്ല, എന്താ നമുക്ക് നോക്കാം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time. Take care. Peace.